ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമുക്കറിയാം സിസാറ്റ് UPSC സിവിൽ സർവീസ് എക്സാമിൽ പ്രിലിംസിൽ ഒരു ക്വാളിഫയിങ് പേപ്പറാണ്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് പല ആളുകളും ഇപ്പോൾ പേപ്പർ 1 ക്ലിയർ ആയിട്ടും അത്യാവശ്യത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിട്ട് പോലും സിസാറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നേരിടുന്നതിന് കാണാൻ പറ്റും. അഥവാ സിസാറ്റിന് വ്യക്തമായ പ്രിപ്പറേഷൻ നമുക്ക് അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 2-3 വർഷം 2020 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ അതിനുവേണ്ടി ഒരു 100 ദിവസം നന്നായിട്ട് ഇരുന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നന്നായിട്ട് മാത്സും ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആളുകൾക്ക് പോലും അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സിസാറ്റ് നിങ്ങൾക്ക് UPSC പ്രിലിംസ് ക്ലിയർ ചെയ്യണമെങ്കിൽ സിസാറ്റ് ക്ലിയർ ചെയ്യണം നിർബന്ധമാണല്ലോ. അപ്പോൾ സിസാറ്റ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ വ്യക്തമായിട്ടുള്ള പ്രിപ്പറേഷൻ അതിന് നിർബന്ധമാണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ 5 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആ 5 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്. നമുക്ക് എന്ത് പഠിക്കാനുണ്ട് സിസാറ്റ് എന്നുള്ളത് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരുപാട് മാത്സും ഒരുപാട് ഇംഗ്ലീഷും അങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. എന്താണ് പഠിക്കാനുള്ളത് നമുക്ക് വ്യക്തമായ ധാരണ വേണം. അതിലൊന്ന് സിലബസ് തന്നെയാണ്. പിന്നെ എന്ത് പഠിക്കണം എന്നുള്ളത് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ട് മനസ്സിലാക്കാം. ഞാൻ അടുത്തൊരു പോയിന്റായിട്ട് പറയുന്നതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിലബസ്. നല്ല രീതിയിൽ സിലബസ് ഒരു ധാരണ ഉണ്ടാക്കുക. എന്ത് പഠിക്കാനുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കാം. ഓക്കെ, നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമ്മളെ പഠനം ഉണ്ടാവേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സിസാറ്റ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, കോഴ്സ് നടക്കുന്നുണ്ട്. ഇനി വരുന്ന 120 ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സിസാറ്റിൻ്റെ കോഴ്സ് നടക്കുന്നുണ്ട്. 5000 രൂപ വരുന്ന ഫീസ് വരുന്ന പ്രോഗ്രാം ഇപ്പം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് വെറും 1499 രൂപക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. താല്പര്യമുള്ള ആൾക്ക് എന്ത് ചെയ്യുക, നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയാസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഏരിയാസ് പഠിച്ചു പോകുന്നതിലെല്ലാം ഇമ്പോർട്ടൻറ്റ്. പ്രധാനമായിട്ട് സിസാറ്റ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, രണ്ടാമതായിട്ട് മാത്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, പിന്നെ റീസണിങ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. ഇങ്ങനെ 3 ഏരിയാസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യാം. ആ ഡിവൈഡ് ചെയ്യുന്ന നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ് ഏരിയ ഏതാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടെത്തണം. ഓക്കെ, സ്ട്രോങ് ഏരിയ കണ്ടെത്താൻ പറയുന്ന കാരണം നിങ്ങൾ സ്ട്രോങ് ഏരിയ ഇപ്പം റീസണിങ് ആണെങ്കിൽ റീസണിങ് നിങ്ങൾക്ക് ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് നിങ്ങൾ അത് പക്ക ക്ലിയർ ചെയ്യണം. ഓക്കെ, സ്ട്രോങ് ഏരിയ പഠിക്കാൻ ഒന്നുകൂടി ഈസി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അത് ക്ലിയർ ചെയ്യണമെന്നാണ്. അപ്പം നിങ്ങളുടെ സ്ട്രോങ് ഏരിയ നന്നായിട്ട് പഠിക്കുക. അതിൽ നിന്നും വരുന്ന ഒരു 10, 25, 30 ക്വസ്റ്റ്യൻസ് വരെ അതിൽ നിന്ന് വരാം. ഓക്കെ, 80 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 30 അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. 75 ക്വസ്റ്റ്യൻ, ബാക്കി 5 ക്വസ്റ്റ്യൻ ഇവിടുന്നേ വരട്ടെ. അപ്പോൾ ഒരു 25 ക്വസ്റ്റ്യൻ ആയിരുന്നു വരികയാണെങ്കിൽ അതിലുള്ള ഒരു 80 to 90% നിങ്ങളുടെ സ്ട്രോങ് ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം, കറക്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഒന്നാമതായിട്ട് സ്ട്രോങ് ഏരിയ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും വീക്ക് ഏരിയ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്നൊരു ഏരിയ ഉണ്ടാവും, അത്യാവശ്യം നന്നായിട്ട് അറിയാം, പ്രശ്നമില്ല എന്ന് തോന്നുന്ന ആ ഒരു രണ്ടാമത് വരുന്ന ഏരിയ, ആ ഏരിയയും അത്യാവശ്യം കവർ ചെയ്യുക. കുറച്ച് അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 25 ക്വസ്റ്റ്യനിൽ 25 നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 15 or 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു തരത്തിലുള്ള ഫോക്കസ് എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഏരിയക്ക് കൊടുക്കുക. മൂന്നാമത്തെ ഏറ്റവും വീക്കായിട്ടുള്ള ഏരിയ ഒഴിവാക്കണം എന്നല്ല, അതിൽ തന്നെ ഭയങ്കര ടഫറായിട്ടുള്ള ഭാഗങ്ങൾ മാറ്റി വെച്ചിട്ട് അതിൽ അത്യാവശ്യം കുറച്ച് വർക്ക് ചെയ്യുക. എന്നിട്ടൊരു 5 or 10 ക്വസ്റ്റ്യൻസെങ്കിലും അതിൽ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു രീതിയിലൊരു സ്ട്രാറ്റജിയാണ് സിസാറ്റിന് ഒന്നുകൂടെ നല്ലത്. അല്ലാതെ നമ്മൾ വീക്ക് ഏരിയക്ക് വേണ്ടി ഒരുപാട് സമയം കൊടുത്ത് പഠിച്ചു അതിട്ട് എവിടെ എത്തിയതുമില്ല, അതിലൊക്കെ ടഫർ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടുത്തെ ക്വസ്റ്റ്യനും പോകും. അതേസമയം നമ്മൾ സ്ട്രോങ്ങർ ഏരിയ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ പല ഡയമെൻഷനും നോക്കാനും പറ്റിയില്ല. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലുള്ളൊരു ഫോക്കസ് ആയിരിക്കും, ഒരു സ്ട്രാറ്റജി ആയിരിക്കും അതിന് നന്നാവും. അതിന് നിങ്ങളുടെ സ്ട്രോങ് ഏരിയയും വീക്ക് ഏരിയയും എന്ത് ചെയ്യണം, കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് പ്രാക്ടീസ്. ഇതിൻ്റെ ഏറ്റവും സിസാറ്റിൻ്റെ കീ എന്ന് പറയുന്നത്, സക്സസിൻ്റെ കീ എന്ന് പറയുന്നത് പ്രാക്ടീസ് ആൻഡ് മോക്ക് ടെസ്റ്റ്. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇനി വരുന്ന 120 ദിവസം മിനിമം ഒരു ദിവസം 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 1200 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിൽ തന്നെ എന്ത് ഇൻക്ലൂഡ് ചെയ്യിക്കുക, മോക്ക് ടെസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യിക്കുക. അതാ 100 ക്വസ്റ്റ്യൻസ് ഒരുമിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, ഒരു 10 or 15 ടെസ്റ്റുകളെങ്കിലും
ഇനിയും 120 ദിവസമല്ല, അപ്പോൾ ഓരോ 10 ദിവസം ഓരോ ടെസ്റ്റ് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു 12 ടെസ്റ്റുകളെങ്കിലും ഫുൾ ടെസ്റ്റ് സിസാറ്റിന് വേണ്ടി ചെയ്യാൻ പറ്റും. അതും അതിൻ്റെ കൂടെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക. കാരണം സിസാറ്റ് ആ ടൈമിൻ്റെ ഉള്ളിൽ ടൈം ബൗണ്ട് ആയിട്ട് ഇരുന്ന് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടാവണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ടൈം ബൗണ്ട് ആയിട്ട് തന്നെ ടെസ്റ്റ് സീരീസ് ചെയ്തിട്ടുണ്ടാവണം. ഒന്നെങ്കിൽ മോക്ക് ടെസ്റ്റ് എവിടെയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറ്റും. അതല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് വരുന്ന ടെസ്റ്റുകൾ, ഒരു 10-15 ക്വസ്റ്റ്യൻസ് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ചെയ്ത് നോക്കുക. അതിൽ ആ ടൈമിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ ടൈം ബൗണ്ട് ആയിട്ട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് 3ാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒഴിവാക്കി പഠിക്കരുത്. മിനിമം 2013 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. അതിൽ 2020, 21, 22, 23 നോക്കാൻ ഒരിക്കലും വിട്ടു പോകരുത്. കാരണം പാറ്റേൺ ക്വസ്റ്റ്യനിൽ വരുന്ന പാറ്റേൺ ചേഞ്ചസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഈ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യുക. അത് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത്, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏതൊക്കെ ഏരിയ എന്നാണ് UPSC കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ള വ്യക്തമായൊരു ധാരണ കിട്ടും. ആ ധാരണ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടി സ്മാർട്ട് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചെയ്യുക. നമ്മുടെ ആ കോഴ്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ജോയിൻ ചെയ്തുകൊണ്ട് പഠിക്കാവുന്നതാണ്. ഇതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് റിവിഷനാണ്. നമുക്കൊരു ടോപ്പിക്കായിട്ട് പഠിച്ചു പോവുക, അത് പിന്നീട് ഒഴിവാക്കുക എന്നല്ല. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക് 120ാമത്തെ ദിവസം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അത് റെഗുലറായിട്ട് റിവിഷൻ ചെയ്യണം. ഒന്ന് ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ പിറ്റേന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. വീക്കിലി ഒരു റിവിഷൻ കൊടുക്കുക. വീക്കിലി നമ്മൾ ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വീക്കിലി ചെയ്യുക. ഒരു 15 ദിവസം കൂടുമ്പോൾ റിവിഷൻ കൊടുക്കുക. മന്ത്ലി ഒരു റിവിഷൻ കൊടുക്കുക. ഓക്കെ, ഇത്രയും റിവിഷൻസ് എങ്കിലും നിങ്ങളുടെ കൂടെ പ്രിപ്പറേഷൻ്റെ കൂടെ ഉണ്ടാവണം. എങ്കിലേ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാനും അത് ആവശ്യാനുസരണം എക്സാമിന് അപ്ലൈ ചെയ്യാനും വിജയിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ GS ഒക്കെ കഠിനമായിട്ട് പഠിച്ച് സിസാറ്റ് പോയതിൻ്റെ പേരിൽ പ്രിലിംസ് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ പ്രിലിംസിനും വേണ്ടി സിസാറ്റ് ഇപ്പം മുതൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക. അതിൽ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. സിലബസ് നന്നായിട്ട് നോക്കുക, നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് കണ്ടെത്തി അത് കൂടുതൽ ഫോക്കസ് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക, പ്രാക്ടീസ് ചെയ്യുക, മോഡൽ ടെസ്റ്റുകൾ ഉൾപ്പെടുത്തുക, റിവിഷൻ ചെയ്യുക. ഈ 5 കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ഇത് കൂടാതുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ചിലത് ക്ലാസ്സിന് ടൈം പരിമിതി കൊണ്ട് തന്നെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടും അതല്ലാത്ത വീഡിയോസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ട്സുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ഫ്രീ ക്ലാസ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ ഉടൻ തന്നെ ഈ വീക്ക് തന്നെ മാക്സിമം വരുന്നതായിരിക്കും റിവിഷൻ ക്ലാസ്സുകൾ. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക. നമുക്ക് ഉടൻ തന്നെ അപ്ഡേറ്റ്സുകൾ ടെലിഗ്രാം ചാനലിലൂടെയൊക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ടെലിഗ്രാമിലൊക്കെ ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം മറ്റൊരു വീഡിയോ കൂടെ കാണാം. അതുവരേക്കും ബൈ.